ജലീൽ, എന്താണ് ഇപ്പൊ ഇന്ന് രാവിലെയും ഇന്നലെ പോയ രാത്രിയിലെയും സൗദിയിലെയും മറ്റു GCC രാഷ്ട്രങ്ങളുടെയും പൊതു അവസ്ഥ? ജലീൽ, ഹാഷ്മി, പല GCC രാജ്യങ്ങൾക്ക് നേരെയും ഇന്നലെ രാത്രിയും ഇറാന്റെ ആക്രമണം ഉണ്ടായി. സൗദിക്ക് നേരെ കഴിഞ്ഞ രാത്രിയും ഇറാൻ ആക്രമണം നടത്തിയിരിക്കുകയാണ്. സൗദിയിലെ മധ്യമേഖലയിൽ റിയാദിനടുത്ത് അൽഖർജിലാണ് വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ സൈനിക താവളമായ പ്രിൻസ് സുൽത്താൻ എയർബേസ് ഉള്ളത് ഈ അൽഖർജിലാണ്. 3 ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പുതുതായി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പ്രതിരോധ സേന ഈ മിസൈലുകൾ തകർത്തു. പ്രതിരോധ മന്ത്രാലയ വക്താവാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ സൗദിക്ക് നേരെ 30ഓളം ഡ്രോണുകളും 5 മിസൈലുകളും സൗദിയെ ആക്രമിക്കാൻ ഇറാൻ ഉപയോഗിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ജനവാസ മേഖലയെയും ലക്ഷ്യം വെച്ചായിരുന്നു പല ആക്രമണങ്ങളും എന്നതാണ് ഇതിന്റെ ശ്രദ്ധേയമായ ഒരു കാര്യം. ഇന്നലെ മാത്രം 2 മിസൈലുകളും 11 ഡ്രോണുകളുമാണ് സൗദിയെ ലക്ഷ്യമാക്കി വന്നത്. കിഴക്കൻ പ്രവിശ്യയിലെ റാസ് തന്നൂറയിലുള്ള അരാംകോ എന്ന ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇന്നലെ ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായി. ഇതുവരെ 2 തവണ അരാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായി. അമേരിക്കൻ താവളങ്ങൾ മാത്രമല്ല, സൗദിയുടെ സാമ്പത്തിക നട്ടെല്ലായ എണ്ണ വിഭവങ്ങളെയും ഇറാൻ ലക്ഷ്യമിടുന്നു എന്നാണ് തുടർച്ചയായ ഈ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ രാജ്യത്തിന്റെ മധ്യമേഖലയിലും കിഴക്കൻ പ്രവിശ്യയിലുമാണ് ആക്രമണ ശ്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൗദി അറേബ്യയുടെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഏത് വെല്ലുവിളിയെയും ശക്തമായി നേരിടുമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സൗദി അറേബ്യക്കെതിരെ ഇറാൻ വ്യാപകമായ ആക്രമണം നടത്താൻ ഒരുങ്ങുന്നു എന്ന രീതിയിൽ പാശ്ചാത്യ മാധ്യമങ്ങളിലും മറ്റും പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചു. ഇവ വെറും ആരോപണങ്ങൾ മാത്രമാണെന്നും മേഖലയിൽ അനാവശ്യമായ ഭീതി ഉണ്ടാക്കാനാണ് ഇത്തരം വാർത്തകൾ ശ്രമിക്കുന്നത് എന്നും ഇറാൻ ആരോപിക്കുന്നു. അയൽ രാജ്യങ്ങളുമായുള്ള സുരക്ഷയും സമാധാനവുമാണ് ഇറാൻ ആഗ്രഹിക്കുന്നതെന്നും ഇത്തരം പ്രകോപനപരമായ റിപ്പോർട്ടുകൾ തള്ളിക്കളയണം എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയും അവരുടെ ആസ്തികളെയും മാത്രമാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് ഇറാൻ പറയുന്നു. അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന് ഇറാൻ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും നമുക്കറിയാം, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ജനവാസ മേഖലകളെയും രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇറാൻ ലക്ഷ്യം വെക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്. ആക്രമണ വാർത്തകൾ ജനങ്ങളിൽ നേരിയ ആശങ്ക സൗദിയിൽ ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും രാജ്യത്തെ ജനജീവിതത്തെ ഇത് ബാധിച്ചിട്ടില്ല. ജനജീവിതം സൗദിയിൽ സാധാരണ നിലയിലാണ്. എവിടെയും തടസ്സങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു വശത്ത് പ്രതിരോധ നടപടികൾ നടക്കുമ്പോഴും മറുവശത്ത് ജനങ്ങൾ തങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. രാജ്യത്തെ ഒരു നഗരത്തിലും ജനജീവിതത്തെ ഇത് ബാധിച്ചിട്ടില്ല. ജനങ്ങൾ പതിവ് പോലെ ജോലിക്ക് പോകുന്നു. ഷോപ്പിംഗ് മാളുകളും അതോടൊപ്പം തന്നെ വിപണികളും ഒക്കെ വളരെ സജീവമാണ്. സ്കൂളുകളും വിശുദ്ധ റമദാൻ മാസത്തിലെ പ്രാർത്ഥനകളും വിപണികളും ഒക്കെ ഒരു മുടക്കവും ഇല്ലാതെ തുടരുന്നുണ്ട്. ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുത് എന്നും ആഭ്യന്തര മന്ത്രാലയം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ജിദ്ദ, മക്ക, മദീന തുടങ്ങിയ സൗദിയിലെ പടിഞ്ഞാറൻ പ്രവിശ്യയിലെ പടിഞ്ഞാറൻ മേഖലകളിൽ ഇതുവരെ യാതൊരു വിധത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിദേശികൾക്കും അതോടൊപ്പം തന്നെ യാത്രക്കാർക്കും ഒക്കെ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. ഉംറ തീർത്ഥാടകർ ഉൾപ്പെടെ സൗദിയിൽ നിന്ന് മടങ്ങിപ്പോകാൻ സാധിക്കാത്ത പ്രയാസപ്പെടുന്നവർക്ക് പ്രത്യേക വിമാന സർവീസുകളുമായി ഇൻഡിഗോ, ആകാശ എയർ തുടങ്ങിയ വിമാന കമ്പനികളൊക്കെ രംഗത്ത് എത്തിയിട്ടുണ്ട്. സൗദി എയർലൈൻസും അതോടൊപ്പം തന്നെ സൗദിയിലെ ഫ്ലൈനാസും പതിവ് പോലെ സർവീസ് നടത്തുന്നുണ്ട്. സൗദിയിൽ കുടുങ്ങിയ മറ്റു GCC പൗരന്മാരെ റോഡ് മാർഗം വളരെ സുരക്ഷിതമായി അവരുടെ രാജ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങളും സൗദി അറേബ്യ ചെയ്തിട്ടുണ്ട്. ഹാഷ്മി, കൃഷ്ണ. ഓക്കെ, ജലീൽ കണ്ണമംഗലമാണ് സൗദിയിൽ ജിദ്ദയിൽ നിന്നും ആ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ ഇതിന് പോലെ സമാനമായി ഏതെങ്കിലും തരത്തിൽ വലിയ സ്ഫോടന സംഭവങ്ങൾ GCCയിൽ കാര്യമായി ഈ ദിവസങ്ങളിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും പക്ഷേ ഇസ്രായേലിലാവട്ടെ ഇറാനിലാവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടി തിരിച്ചടിയൊക്കെ രൂക്ഷമായി തുടരുന്നു. പോയ ദിവസങ്ങളിലും ഒരുപക്ഷെ 1,00,000 ടണ്ണാണ് ഗാസ സ്ട്രിപ്പിൽ, ചെറിയ തിരുവനന്തപുരം ജില്ലയുടെ പകുതി മാത്രമുള്ള ഗാസ സ്ട്രിപ്പിൽ ഇസ്രായേൽ ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് അന്നിട്ടത് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ലോക ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു യുദ്ധ സാഹചര്യത്തിൽ അങ്ങനെ ചെറിയ കാലയളവിൽ ചെറിയ സ്ഥലത്ത് 1,00,000 ടൺ സ്ഫോടക വസ്തുക്കൾ ഇട്ട ഒരു ചരിത്രം, 100,000 ടൺ ഇട്ട ചരിത്രമില്ല. ഏതാണ് അതിന് സമാനമായി ഇറാനിലും സ്ഫോടക ശേഖരങ്ങൾ വർഷിക്കുകയാണ് ഇറാൻ ഇസ്രായേൽ സഖ്യം. അതിൻ്റെ അവരുടെ പ്രധാന സൈനിക ആസ്ഥാനങ്ങൾ, പ്രധാന നേതാക്കളെ ലക്ഷ്യം വെക്കൽ, അലി ലാരിജാനെയും
മൊജത്തബ ഖമനിയുമൊക്കെ ലക്ഷ്യം വെച്ച് കൊല്ലുക എന്ന ലക്ഷ്യത്തിൽ ആക്രമണങ്ങൾ, അല്ലാതെ സിവിലിയൻസിനെ കൊല്ലൽ, അങ്ങനെ വ്യാപകമായ ആക്രമണങ്ങൾ തെഹ്റാനിൽ ഏതാണ്ട് ഗാസയ്ക്ക് സമാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി നടക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.